ആരാധ്യരായ ഭക്തസജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന വിശേഷാൽ പരിപാടിയിൽ ശക്തിയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ശ്രീ കാടാമ്പുഴ ഭഗവതിയുടെ പരിപാവനമായ തിരുസന്നിധിയിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ആശ്രിതർക്ക് അഭയവരധമരുളുന്ന കിരാതരൂപിണിയായ ശ്രീ പാർവതി ദേവിയുടെ വനദുർഗാ സങ്കല്പത്തിൽ ദുരിതാഭാവത്തിലാണ് ഇവിടുത്തെ ദേവി പ്രതിഷ്ഠ. ഹൈന്ദവ തീർത്ഥാടകരുടെ വിശുദ്ധ ഗ്രാമമാണ് കാടാമ്പുഴ. കാട്ടിൽ അമ്പുകൊണ്ടുണ്ടായ അള അഥവാ കാടാമ്പള എന്ന നാമം ലോപിച്ച് കാടാമ്പുഴ എന്നായി മാറി. മഹാഭാരതത്തിലെ കിരാത കഥയുമായി ക്ഷേത്ര ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയം ഉറപ്പുവരുത്തുന്നതിന് പാശുപതാസ്ത്രത്തിനായി കാമ്യക വനത്തിൽ ഘോര തപസ്സു ചെയ്ത അർജുനനെ പരീക്ഷിക്കുന്നതിനായി ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കിരാതമൂർത്തികളായി വനാന്തരത്തിലെത്തുന്നു. ഈ സമയം അർജുനനെ വധിക്കുന്നതിനായി കൗരവ നിയോഗത്താൽ പന്നിയുടെ വേഷത്തിലെത്തിയ മൂകാസുരനെ അർജുനനും കിരാതനും ഒരേ സമയം അമ്പെയ്ത് വധിക്കുന്നു. വേട്ട ചെയ്തു കൊന്ന മൃഗത്തിൻ്റെ അവകാശവാദത്തെ ചൊല്ലി പാർത്ഥനും കിരാതനും തമ്മിൽ വാഗ്വാദമായി. വാഗ്വാദം മൂത്ത് ഘോര യുദ്ധവുമായി. അർജുനൻ തൻ്റെ ഗാണ്ഡീവത്തിൽ നിന്ന് തുരുതുര വർഷിച്ച ശരങ്ങളേറ്റ് കാട്ടാളൻ്റെ ശരീരം മുറിയുന്നത് കണ്ട ശ്രീപാർവതി സഹിക്കാനാവാതെ അർജുനൻ്റെ ശരങ്ങളൊക്കെയും പൂക്കളായി തീർത്തു. അമ്പൊടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് കാട്ടാള ശരീരത്തിൽ ഉതിർത്ത അമ്പുകളൊക്കെയും പൂക്കളായി മാറി. ധുന്ന യുദ്ധത്തിനൊടുവിൽ കാട്ടാളനോട് തോറ്റ് അഹങ്കാരമെല്ലാം വിട്ടൊഴിഞ്ഞപ്പോൾ അമ്പ് പൂവുകളാകുന്ന ദേവിയുടെ കാരുണ്യാമൃത വർഷത്തിൽ അർജുനൻ അനുഗ്രഹീതനായി. പരമശിവനിൽ നിന്ന് പാശുപതാസ്ത്രവും ലഭിച്ചു. പിന്നീട് കിരാതമൂർത്തികൾ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രശാന്തസുന്ദരമായ വനാന്തർഭാഗത്ത് എത്തിച്ചേരുകയും ഇവിടെ വച്ച് ദേവിയുടെ ഹിതപ്രകാരം ഭഗവാൻ ഭൂമിയിൽ അമ്പെയ്ത് ഗംഗാജലം ഉയർത്തിയ സ്ഥാനത്ത് കിരാത പാർവതിയായ ദേവിയുടെ ചൈതന്യം വിലയം ചേരുകയും ചെയ്തു. ഒരിക്കൽ ജഗദ്ഗുരു ശ്രീ ആദിശങ്കരൻ തൻ്റെ ദേശാന്തര യാത്രക്കിടയിൽ നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് എത്തിയപ്പോൾ അഭൗമവും ദിവ്യവുമായ ഒരു പ്രകാശം കണ്ട് ആചാര്യസ്വാമികൾ അവിടെ തന്നെ നിന്നു. ജ്ഞാനദൃഷ്ടിയിൽ ആ ചൈതന്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ ഉപാസനാമൂർത്തികളായ വൈഷ്ണവ ചൈതന്യമായ നരസിംഹത്തെയും സുദർശന ചക്രത്തെയും ധ്യാനിച്ച് ആവാഹിച്ച് തനിക്കും ജ്യോതിസിനുമിടയിൽ ഒരേ ശിലയുടെ ഇരുഭാഗങ്ങളിൽ തെക്കോട്ട് ദർശനമായി നരസിംഹമൂർത്തിയെയും വടക്കോട്ട് ദർശനമായി സുദർശനത്തെയും പ്രതിഷ്ഠിച്ചു. സംപ്രീതയായി ശങ്കരനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കിരാത പാർവതിയുടെ നിർദ്ദേശത്താൽ ദിവ്യ ജ്യോതിസ് കണ്ട സ്ഥാനത്ത് അവിടെ സമൃദ്ധിയായി കണ്ട കാട്ടുതെച്ചിപ്പൂക്കളെ കൊണ്ട് പൂജയും അഭിഷേകവും ചെയ്യുകയും രാവിലെ സരസ്വതിയും ഉച്ചയ്ക്ക് വനദുർഗയും വൈകിട്ട് ലക്ഷ്മിയുമായി സങ്കല്പിച്ച് നിത്യപൂജാവിധികൾ നിശ്ചയിക്കുകയും ക്ഷേത്രം പണിയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സരസ്വതി ദേവി വിദ്യയുടെയും ഉദ്യോഗത്തിൻ്റെയും കർമ്മത്തിൻ്റെയും, ദുർഗാദേവി ആരോഗ്യത്തിൻ്റെയും വിവാഹത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും, ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അധിപതികളായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രദർശനം ഏതൊരു ഭക്തനും സർവ്വ ഐശ്വര്യത്തിനും നിദാനമാണ്. ഉപദേവന്മാരായി ചുറ്റമ്പലത്തിനു പുറത്ത് വടക്കുഭാഗത്ത് നാഗരാജാവിൻ്റെയും നാഗകന്യകയുടെയും പ്രതിഷ്ഠയുണ്ട്. നാഗദോഷം മാറുന്നതിനായി പുറ്റും നാഗവും മുട്ടയും ഭക്തർ നാഗങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു വരുന്നു. നാഗങ്ങൾക്ക് അപ്പം വഴിപാട് നടത്തുന്നതും നാഗദോഷം മാറുന്നതിനും നാഗപ്രീതിക്കും ഏറെ ഫലം കണ്ടുവരുന്നു.
ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായി പൂർണ്ണ പുഷ്കല സമേതനായ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തി സമന്വിതമായ രൂപത്തിലുള്ള ധർമ്മശാസ്താവായതുകൊണ്ട് തന്നെ ഒരേ പീഠത്തിൽ 3 ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ക്ഷേത്രമതിലിനു പുറത്ത് വടക്കുഭാഗത്ത് ഒരു ദേവി പ്രതിഷ്ഠയുണ്ട്. പണ്ട് കാലങ്ങളിൽ ഹിന്ദുക്കളല്ലാത്ത ദേവീ ഭക്തർക്ക് അമ്മയെ ദർശിക്കുന്നതിനും വഴിപാടുകൾ സമർപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ പ്രതിഷ്ഠ. നിലവിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഭക്തരുടെ വഴിപാടുകൾ ക്ഷേത്ര ജീവനക്കാർ അമ്മയുടെ മുമ്പിൽ എത്തിച്ച് വഴിപാടുകൾ നടത്തി പ്രസാദം തിരികെ ഭക്തനെത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവീ സന്നിധിയിൽ നിലവിൽ പൂജകളോ നിവേദ്യങ്ങളോ വഴിപാടുകളോ ഇല്ല. നിത്യവും തിരിതെളിയിക്കുക മാത്രമാണ് ചെയ്തു വരുന്നത്. ക്ഷേത്രപൂജകൾ നിർവഹിക്കുന്നവർക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനായി ക്ഷേത്ര നാലമ്പലത്തിനോട് ചേർന്ന് തെളിനീർ നിറഞ്ഞ ഒരു ക്ഷേത്രക്കുളമുണ്ട്. ഭക്തരുടെ ആവശ്യങ്ങൾക്കായി ക്ഷേത്ര മതിലിനു പുറത്തായിട്ടാണ് ക്ഷേത്രക്കുളമുള്ളത്. പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും അമ്മയെ കണ്ട് തൊഴുന്നതിനായി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുവരെ വാഹനം എത്തുന്നതിനുള്ള സൗകര്യവും ക്ഷേത്രം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അമ്മയുടെ ഭക്തർക്ക് ഏറെ ആശ്വാസമാണ്. അർജുനൻ എയ്ത അമ്പുകൾ പൂവാക്കി മാറ്റിയതിനാലും ശ്രീ ശങ്കരൻ ആദ്യമായി തെച്ചിപ്പൂ കൊണ്ട് ഭഗവതിയെ പൂജിച്ചതിനാലും പൂമൂടൽ വഴിപാട് ക്ഷേത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. നിത്യവും രാവിലെ നടക്കുന്ന പൂമൂടലിന് അമ്പിൻ്റെ ആകൃതിയിലുള്ള തെച്ചിപ്പൂക്കൾ മാത്രമേ ഉപയോഗിക്കൂ. ക്ഷേത്രം മേൽശാന്തി സ്വയംഭൂ വിഗ്രഹത്തിൽ മന്ത്രപുരസ്സരം സമ്പൂർണ്ണ പുഷ്പാഞ്ജലിയായി 12 കുടന്ന തെച്ചിപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്ന പൂമൂടൽ ദർശിക്കുന്നത് ഏതൊരു ഭക്തൻ്റെയും ജന്മസുഹൃതം തന്നെയാണ്. അർജുനൻ്റെ അമ്പുകളെ പൂക്കളായി മാറ്റി അതിൽ ഭഗവാൻ മൂടി നിൽക്കുന്നത് കണ്ട് പ്രസന്നവദനയായി നിൽക്കുന്ന ദേവിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള പൂമൂടൽ കിരാതരൂപിണിയായ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ദർശിക്കുവാൻ. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മുട്ടറുക്കൽ വഴിപാട് ഏറെ പ്രസിദ്ധമാണ്. 50 ലക്ഷത്തിലേറെ നാളികേരമാണ് വർഷം തോറും ക്ഷേത്രത്തിൽ മുട്ടറുക്കൽ വഴിപാടായി ഉടയ്ക്കുന്നത്. നിത്യജീവിതത്തിൽ നാം നേരിടുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ ഇല്ലായ്മ ചെയ്ത് ജീവിത സാഫല്യം നേടുന്നതിനുള്ള ഒരു കർമ്മമായിട്ടാണ് മുട്ടറുക്കൽ വഴിപാടിനെ സങ്കല്പിക്കുന്നത്. മുട്ട് തീരേണ്ട വ്യക്തിയുടെ പേരും നക്ഷത്രവും ഉദ്ദിഷ്ട കാര്യവും പ്രാർത്ഥിച്ച് വഴിപാടുകാരൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ശ്രീകോവിലിനുള്ളിൽ വിഗ്രഹത്തിനു മുന്നിലുള്ള കരിങ്കല്ലിൽ ശാന്തിക്കാർ പ്രാർത്ഥനാപൂർവം നാളികേരം മുട്ടി പൊട്ടിക്കുന്നതായ കർമ്മമാണ് മുട്ടറുക്കൽ. മുട്ടറുത്തതിൻ്റെ ഫലം ശാന്തിക്കാർ ഉടനെ തന്നെ ഭക്തനെ അറിയിക്കും. രാവിലെ 6 മണി മുതൽ ശ്രീകോവിൽ തുറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഭക്തർക്ക് ഈ വഴിപാട് നടത്തുവാൻ സാധിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും കർമ്മപരമായ പ്രവൃത്തികൾക്കും വിദ്യാഗുണത്തിനും മംഗല്യഭാഗ്യത്തിനും വ്യവസായ അഭിവൃദ്ധിക്കും സന്താന ലബ്ധിക്കും തുടങ്ങി നിരവധി മുട്ടുവഴിപാടുകൾ ഭക്തർ അമ്മയുടെ തിരുമുമ്പിൽ നടത്തിവരുന്നു. വിദ്യാദേവതയായ സരസ്വതി സങ്കല്പത്തിലാണ് ദേവിക്ക് രാവിലെ പൂജകൾ എന്നതുകൊണ്ട് തന്നെ നവരാത്രിക്ക് ഏറെ പ്രാധാന്യമാണ് ഇവിടെ. സരസ്വതി ആയതുകൊണ്ട് തന്നെ പൂജയ്ക്ക് വയ്ക്കുന്നതും എഴുത്തിനിരുത്തുന്നതും ഏറെ ശ്രേഷ്ഠകരമാണ്. നവരാത്രി ദിവസങ്ങളിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹം ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ധനുമാസത്തിൽ 8 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വേദജ്ഞർ ഋഗ്വേദ ലക്ഷാർച്ചന നടത്തിവരുന്നു. നിത്യവും പുലർച്ചെ ആരംഭിക്കുന്ന അർച്ചന ഉച്ചയ്ക്ക് ശേഷം പൂർത്തിയാക്കി സന്ധ്യയ്ക്ക് ജീവകലശം എഴുന്നള്ളിച്ച് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു. താന്ത്രിക കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ദ്രവ്യകലശം തുലാമാസത്തിൽ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
8 ദിവസങ്ങളിലായി നടന്നു വരുന്നു. പൂജാവിധികൾ യഥാവിധി നിർവഹിച്ച് ബ്രഹ്മകലശം വലിയ പാണിയുടെയും മേളവാദ്യങ്ങളുടെയും അകമ്പടിയോടെ ശ്രീകോവിലിലേക്ക് ആനയിച്ച് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ആദ്യമായി പൂജ ചെയ്തത് വൃശ്ചിക മാസത്തെ കാർത്തിക ദിവസമാകയാൽ സ്വയംഭൂ ചൈതന്യമാണെങ്കിൽ കൂടി അന്നേ ദിവസം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനമായി ആചരിച്ചു വരുന്നു. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ദിവാകരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നടക്കുന്നു. സന്ധ്യയ്ക്ക് അത്താഴ പൂജ കഴിഞ്ഞ് ക്ഷേത്രം നേരത്തെ അടയ്ക്കുന്നതിനാൽ പുലർച്ചെ 4 മണിക്കാണ് ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നത്. കിരാതരൂപിണിയായ ദേവിയുടെ കാർത്തിക നാളിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠയുള്ള മാടമ്പ്യാർക്കാവിലെ പൂജകൾ കാടാമ്പുഴ ദേവസ്വമാണ് നടത്തുന്നത്. കിരാതമൂർത്തിയുമായുള്ള ഘോരയുദ്ധത്തിനൊടുവിൽ പരാജിതനായ അർജുനൻ ഒന്നെണീറ്റു നിൽക്കുവാൻ പോലും കഴിയാതെ നിലത്ത് കിടന്നുകൊണ്ട് ചെളിയിൽ നിന്ന് ഒരു ശിവലിംഗമുണ്ടാക്കി അതിൽ കാട്ടുചെത്തിപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുവാൻ തുടങ്ങി. ശിവലിംഗത്തിനു മുകളിൽ താൻ അർപ്പിക്കുന്ന പൂക്കൾ കിരാതന്റെ ശിരസിൽ വീഴുന്നത് കണ്ട അർജുനൻ തൻ്റെ മുൻപിൽ നിൽക്കുന്ന കിരാതൻ സാക്ഷാൽ പരമശിവനാണ് എന്ന് മനസ്സിലാക്കി. ഭഗവാൻ ശിവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ശ്രീ പാർവതിക്കൊപ്പം അർജുനനു മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അഹങ്കാരവും അജ്ഞതയും കൊണ്ട് പ്രവർത്തിച്ചു പോയ എല്ലാ അപരാധങ്ങൾക്കും ക്ഷമയാചിച്ചു നിൽക്കുന്ന അർജുനനിൽ സംപ്രീതനായ ശ്രീ പരമേശ്വരൻ അർജുനനെ സാന്ത്വനിപ്പിച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ കാട്ടാളവേഷധാരിയായ ശിവനെയാണ് മാടമ്പ്യാർക്കാവിൽ ആരാധിക്കുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിലെ അത്താഴ പൂജ കഴിഞ്ഞ ശേഷം പാർവതി മാടമ്പ്യാർക്കാവിലെത്തി ശ്രീകോവിലിൽ ഭഗവാനുമൊത്ത് വാണരുളുന്നു എന്നാണ് വിശ്വാസം. തൻ്റെ പതിയായ പരമശിവനെ വന്ദിച്ചാൽ മാത്രമേ കാടാമ്പുഴ അമ്മയായ ശ്രീ പാർവതി പ്രസാദിക്കൂ എന്നതുകൊണ്ട് തന്നെ കാടാമ്പുഴയിലെത്തുന്ന ഭക്തർ മാടമ്പ്യാർക്കാവിൽ കൂടി ദർശനം നടത്തി വരുന്നു. പരമശിവൻ അർജുനന് അനുഗ്രഹിച്ചു നൽകിയ വരം പിന്നീട് കാര്യസാധ്യത്തിനായി നടത്തുന്ന വില്ലുചാർത്തൽ വഴിപാടായി മാറി. ഉപദേവന്മാരായി കൃഷ്ണനും അയ്യപ്പനും ഭദ്രകാളിയും നന്ദികേശ്വരനുമാണ് പ്രതിഷ്ഠ. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നതിന് ഒരു ഡയാലിസിസ് സെൻ്ററും മറ്റ് ചികിത്സകൾക്കായി ആശുപത്രിയും ശ്രീ കാടാമ്പുഴ ദേവസ്വം നടത്തിവരുന്നു. കാടാമ്പുഴ ഭഗവതിക്ക് തൻ്റെ ഭക്തർ എന്നും മക്കളാണ്. ആ മക്കൾ നൽകുന്ന സംഭാവനകളാണ് ഇതുപോലുള്ള സത്കർമ്മങ്ങൾ ആരംഭിക്കുവാനും നിർവഹിക്കുവാനും ദേവസ്വത്തിന് പ്രചോദനമേകുന്നത്. ഈ മഹത് കർമ്മയജ്ഞങ്ങളിൽ പങ്കാളികളാകുക എന്നത് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക എന്ന് തന്നെയാണ്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 9 വരെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദഊട്ടും നടന്നു വരുന്നു. കാട്ടാള സ്ത്രീയുടെ വേഷാലങ്കാരത്തോടു കൂടിയവളും ശ്രേഷ്ഠമായിട്ടുള്ളവളും ദേവനാരി സംഘത്താൽ സേവിക്കപ്പെട്ടവളും ഭക്തരെ അനുഗ്രഹിക്കുവാൻ കരുണയുള്ളവളും കാടിൻ്റെ താഴ്വാരം ആവാസ സ്ഥാനമാക്കിയവളുമായ കിരാതരൂപിണിയായ ഈശ്വരിയെ പാർവതീദേവിയെ ഞങ്ങൾ വന്ദിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ത്വരിതേ നാരായണ, വരദേ നാരായണ.